ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നപ്പോൾ എൻ്റെ ഒരു മോർണിംഗ് റുട്ടീനാണ് കേട്ടോ. രാവിലെ എണീറ്റു കുറച്ച് രാവിലെ എണീറ്റ് പാടെ കുറച്ച് എന്താ പറയുക ത്രെഡ്മില്ലാം കൊണ്ട് ത്രെഡ്മിൽ വർക്കൗട്ട് ചെയ്യണം. അപ്പം നമുക്ക് അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തൊക്കെയാന്ന് നോക്കാം. ഇന്ന് ഹോളിഡേ ആണ് കേട്ടോ. സാധാരണ ഈവനിങ് ആണ് ചെയ്യാറ്, സമയമില്ലാതാണ്. അപ്പം ഇന്ന് ഞാൻ രാവിലെ ചെയ്യുവാണ്. ഒരു 25 മിനിറ്റ്സ്. ബാക്കിലെ ഡ്രസ്സൊക്കെ തൂക്കിയിട്ടേക്കാണ് കേട്ടോ. നമ്മുടെ ത്രെഡ്മില്ല് വർക്കിംഗ് ആണോ എന്ന് കുറേ പേര് ചോദിച്ചാറ്. ത്രെഡ്മില്ലിന്റെ ഉപയോഗം നിന്നോ? ത്രെഡ്മില്ല് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടോ? യെസ്, വി ആർ ഉപയോഗിക്കുന്നുണ്ട്. കാണിച്ചു തരാം. വർക്കൗട്ടൊക്കെ ചെയ്ത് വന്നിട്ട് നമ്മളുടെ അടുത്ത് അല്പം ഗ്രീൻ ടീ കുടിക്കാം. രാവിലെ എണീറ്റ പാടെ ഞാൻ കുടിച്ചില്ല. എണീറ്റ പാടെ കുറച്ച് ചൂടുവെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അപ്പൊ ഇനി നമുക്ക് കുറച്ച് ഗ്രീൻ ടീ ആകാം. ഇന്നിവിടെ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഋഷി ഇവിടെ ഇല്ല. ഋഷിനെ കൂട്ടാൻ ഋഷിയുടെ അച്ഛൻ പോയപ്പോ. അപ്പം ഞങ്ങള് മാത്രമേ ഇവിടെ ഉള്ളൂ. ഫ്രിഡ്ജിന്റെ വെള്ളം പ്ലാസ്റ്റിക് ഡപ്പ കഴുകി ഉണക്കാൻ വെച്ചേക്കാണ്. വേറെ ഒന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഗ്രീൻ ടീ ഉണ്ടാക്കാം. അത് പിന്നെ രാവിലെ ആള് പോകാൻ നേരത്തെ ഞാനൊരു ചായ ഇട്ടു. അപ്പൊ ചായയുടെ പാത്രം ആദ്യം കഴുകി. ഒത്തിരി പാത്രം കഴുകി വൃത്തികേടാക്കി ഒത്തിരി പാത്രം ഉപയോഗിക്കുന്ന എനിക്ക് ഉപയോഗിച്ച പാത്രം ഞാൻ കഴുകിയെടുക്കാം. അല്ലെങ്കിൽ പിന്നെ ഒത്തിരി പിന്നെയും പാത്രം കൊണ്ട് നിറയില്ലേ. സോ അതാദ്യം ഒന്ന് കഴുകിയെടുക്കണം. ഇത് എന്നെ തന്നെ കൊണ്ട് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഓർക്കണം, പേടിക്കണം. അത് കാരണം കൊണ്ടൊട്ടിച്ചു വെച്ചേക്ക. നമ്മളതാ വെള്ളം എടുത്തിട്ടുണ്ട്. പാത്രമൊക്കെ കഴുകി. ഇന്ന് കുറച്ചധികം പരിപാടി എനിക്കുണ്ട് കേട്ടോ. ഇന്നിവിടെ ഗ്രീൻ ടീ ആ മേളിൽ കിടക്കുന്ന ചിയാ സീഡാണ് കേട്ടോ. വേറെ ആരും ഒന്നും വിചാരിക്കേണ്ട, ചിയാ സീഡാണ്. ചൂടുവെള്ളത്തിട്ട് കുടിക്കണമെന്നല്ലോ. പിന്നെ രാവിലെ ചൂടുവെള്ളം ഞാൻ ഇതാ കുടിക്കണം. മറ്റത് നോർമൽ വാട്ടറാണ്. അപ്പം പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ഇട്ടങ്ങ് കഴിക്കും. രാവിലെ ഗ്രീൻ ടീ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അലക്ക്. ശനിയാഴ്ച ഞായറാഴ്ച അലക്ക് പരിപാടി ഉണ്ട് കേട്ടോ. വീക്ക്ലി വൺസാണ് നമ്മൾ അലക്കാറ്. തുണി ഉള്ളതനുസരിച്ച്. തുണി കൂടുതലാണെങ്കിൽ നേരത്തെ അലക്കും. ഇതിപ്പോൾ തുണി കുറവായത് കാരണം നമുക്ക് വീക്ക്ലി വൺസ് അലക്കിയാൽ മതിയാവും. ഒരു തുണിയായിട്ട് പെറക്കിയിടട്ടെ കേട്ടോ. കിച്ചണിലാണ് കേട്ടോ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തേക്കുന്നത്. അത് കാരണമാണ് ബാക്കിൽ പാത്രമൊക്കെ കാണുന്നത്. 2 സ്റ്റെപ്പായിട്ട് അലക്കാൻ കാണും. ഇപ്പം സമയം 8:30. എണീറ്റപ്പോൾ ലേറ്റായല്ലോ. അപ്പം അതനുസരിച്ച് എല്ലാ പണിയും ലേറ്റാവും. പിന്നെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ മെയിനായിട്ട് വരുന്നൊരു പരിപാടിയാണ് ക്ലീനിങ്. ഋഷി ഉള്ളത് കാരണം വീട് എങ്ങനെയൊക്കെ ഒതുക്കിയിട്ടാലും കണ്ടില്ലേ, എങ്ങനെയൊക്കെ ഒതുക്കിയിട്ടാലും വീട് എങ്ങനെ കുളമായിക്കൊണ്ടിരിക്കും. ടേബിളിൻ്റെ പുറത്തൊക്കെ കണ്ടില്ലേ. ഇത് കുറച്ച് എൻ്റെ സാധനങ്ങളാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഋഷി ഇല്ലാത്ത കാരണം ഋഷിയുടെ കളിപ്പാട്ടങ്ങളൊക്കെ ഇങ്ങനെ ഒതുങ്ങി ഇരിപ്പുണ്ട്. ഋഷി ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ല. ഇത് കുറച്ചെങ്കിലും വൃത്തിയായിട്ട് കിടക്കുന്നതെന്ന് വേണം പറയാൻ. പക്ഷെ സാധാരണ ഇതൊന്നും ആയിരിക്കില്ല ഇവിടെ. എല്ലാ തറ മുഴുവൻ അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ ആവും. ഇന്ന് പിന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇനി അടുത്തത് ക്ലീനിങ് പരിപാടിയുണ്ട്. അത് നമുക്കിനി തുടങ്ങണം. കുറച്ച്
ഗാർഡനിങ് നോക്കാം. ഗാർഡനിങ് മീൻസ് വലുതായിട്ടൊന്നും ഇല്ലല്ലോ കേട്ടോ, ചെറുതായിട്ട്. നമ്മൾ ഇങ്ങോട്ട് വന്നേ പിന്നെ നമുക്കത് വലുതായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്തോ അസുഖം വരുന്നുണ്ട് ചെടിക്കൊക്കെ. അതാണ് നമുക്ക് വലുതായിട്ട് അത് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. പോയി നോക്കാം. അവധിയുള്ള ദിവസം നോക്കാറുണ്ട്. അതേ കത്രിക എടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു കത്രിക മിസ്സായി. ഇവരൊക്കെ എങ്ങോട്ടൊക്കെ എടുത്തിട്ട് എവിടെയോ കൊണ്ട് കളഞ്ഞു. ഇതെൻ്റെ പുതിയ കത്രിക. നോക്കാം. എന്ന് വെച്ചാൽ ജസ്റ്റ് തളര്, ജസ്റ്റ് സ്റ്റെമ്മ് കട്ട് ചെയ്ത് ഇടുക, അങ്ങനെയുള്ള ചെറിയ പരിപാടികൾ. വെള്ളമൊക്കെ ഡെയിലി ഒഴിക്കുന്നുണ്ട്, പക്ഷെ എന്തോ മിസ്സിങ് ആണ്. നോക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ. പക്ഷെ ഇതിനൊക്കെ എന്തോ പറ്റിയിട്ടുണ്ട്. എന്താണെന്ന് മാത്രം എനിക്ക് മനസ്സിലായി. ഇതുണ്ട് ചുണ്ടയ്ക്ക. ഒത്തിരി ആയിട്ടില്ല. ഇത് കരിഞ്ഞു പോയി. ഇത് ഒരുവിധം പോയി. മറ്റേ ആ ശംഖുപുഷ്പം. പിന്നെ ഇത് വെണ്ടയായിരുന്നു. ഇത് നമ്മുടെ മറ്റേത് കുരുത്തക്കാളി. അത് ഞാൻ ഒരെണ്ണം ഇവിടെ കൊണ്ട് പാകി. അപ്പോൾ അത് മുളച്ചത് ഇങ്ങനെ ആയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഇലയൊക്കെ പോകുന്നുണ്ട്. ഇതൊക്കെ കട്ട് ചെയ്യാനാണ് ഞാൻ കത്രിയായിട്ട് ഇറങ്ങിക്കുന്നത്. ഇത് വഴുതനങ്ങ വിത്തിന് നിർത്തിയതാ. ഇത് മുല്ലയാണ് കേട്ടോ. നമ്മുടെ ചേമ്പിലെ തോരൻ്റെ ചേമ്പ് മുളക്. ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഇനി നമുക്ക് പതിയെ പോയി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി നോക്കിയാലോ. ബ്രെഡ് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ബ്രെഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ബ്രെഡ് ഇനി എൻ്റെ ഫ്രിഡ്ജിനകം കാണിച്ചു തരട്ടെ. ഫ്രിഡ്ജിൽ എന്തൊക്കെയുണ്ടെന്നു. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. ഒരു മുട്ട, എന്നോ മേടിച്ച ബിരിയാണിയുടെ അച്ചാർ, പിന്നെ മാഗി, അതിൻ്റെ സോസല്ല സ്പ്രെഡ്, ഇതാ മിൽക്ക് മെയ്ഡ്, പപ്പടം, ഇതൊക്കെ ഉള്ളു കേട്ടോ. ബ്രെഡ് ഇരിക്കുന്നു. നമ്മുടെ ആവശ്യ സാധനം കിട്ടിയിട്ടുണ്ട്. ബ്രെഡ്. ഇനി പിന്നെ ഇതിനകത്ത് വേറൊന്നും വരില്ല. ഇത് മൊത്തം അച്ചാറാട്ടോ നിരന്നിരിക്കണേ. അച്ചാർ വീട്ടിൽ പോകുമ്പോൾ അച്ചാർ കൊണ്ടുവരും. ആ അച്ചാർ നിരന്നിരുന്നിട്ട് എല്ലാ അച്ചാറും. പാൽ, ഇതും പാൽ. ഇത് പച്ചക്കറി കട്ട് ചെയ്തതിൻ്റെ ബാക്കി, ക്യാബേജ്, പിന്നെ തൈര്. ഇത് ചക്ക വരട്ടിയതാണ്. പിന്നെ കുറച്ച് പച്ചക്കറി. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഒത്തിരി മേടിച്ച് വെക്കില്ല. ആവശ്യത്തിനുള്ള മാത്രമേ മേടിക്കുള്ളൂ. വേറൊന്നുമില്ല എൻ്റെ ഫ്രിഡ്ജിൽ. കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഇത് പിന്നെ ഗ്രീൻ പീസ്, ചീസ്, അങ്ങനെ തേങ്ങ ചരണ്ടിയത്. ഇതൊക്കെ ബ്രെഡ് ഉണ്ടാക്കാം. കല്ല് ചൂടായി. ഇനി നമുക്ക് ബ്രെഡ് കൊണ്ട് വെച്ച് കൊടുക്കാം. അവധിയുള്ള ദിവസം എനിക്കൊക്കെ മടിയാണ് കേട്ടോ. അല്ലാത്ത ദിവസം ഞാൻ രാവിലെ എണീറ്റങ്ങനെ, അതെല്ലാവരും ഉണ്ടാവുമല്ലോ. അവധിയുള്ള ദിവസം ഞാൻ മാക്സിമം ഉറങ്ങാനായിട്ട് സമയം കണ്ടെത്തും. ഒരുവിധം പിള്ളേരൊക്കെ ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. രാവിലെ ഉറക്കമൊക്കെ പോയിട്ട് കാലങ്ങളായി മനുഷ്യൻ്റെ. നമ്മൾ കിട്ടുന്ന ദിവസം ഉറങ്ങണം. മറ്റത് രാവിലെ ഉച്ചയ്ക്ക് പോകണം. എല്ലാവർക്കും പോകണം. അതിന് വേണ്ടി ഒരു കാര്യം പറഞ്ഞു.
മറച്ചിടണമായിരുന്നു. നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിക്കട്ടെ കേട്ടോ, കഴിച്ചിട്ട് ബാക്കി. നമ്മുടെ ഇന്നത്തെ ഒരു ടാസ്ക് എന്ന് വെച്ചാൽ ഈ കബോർഡിനകം വൃത്തിയാക്കുക എന്നതായിരുന്നു. ഇതിനകത്ത് കുറേ ചപ്പും ചവറും പേപ്പറും ഒക്കെ ആയിരുന്നു, അത് ഞാൻ ഒതുക്കിയെടുത്തു. പിന്നെ ഈ 2 കബോർഡ് വൃത്തിയാക്കി എടുക്കലായിരുന്നു ഇന്നത്തെ എൻ്റെ മെയിൻ ടാസ്ക്. ഇതെൻ്റെ മേക്കപ്പ് സാധനങ്ങളാണ് കേട്ടോ. മോതിരം, സ്ലൈഡ്, ലിപ്സ്റ്റിക്ക്, അത്തർ, മുല്ലപ്പൂവിൻ്റെ അത്തർ, ജാസ്മിൻ്റെ അത്തർ, ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. കുറച്ച് സാധനങ്ങൾ, സിമ്പിൾ. ക്രീം, അടുത്തത് എല്ലാം ക്രീം തന്നെ കേട്ടോ. ഇതൊക്കെ ഒന്ന് അടുക്കി സെറ്റാക്കി അടുത്ത സ്പ്രേ ബോട്ടിൽ, സ്പ്രേയും ലിപ്സ്റ്റിക്കും. അതില്ലാതെ രണ്ടും ഇല്ലാതെ പുറത്തോട്ടിറങ്ങാൻ പറ്റില്ല. പരിപാടിയൊക്കെ ഒരുവിധം ഒതുക്കി. ഇനി കുളിച്ച് ഫ്രഷായി വന്നു. ഇനി ഒരു കോഫി കുടിക്കുക, ഒന്ന് പുറത്തോട്ടിറങ്ങുക. ഇന്നത്തെ പ്ലാൻ പുറത്ത് പോകണം, ഒരു എക്സ്പോ ഉണ്ട്. അപ്പോൾ അത് പോയി കണ്ടിട്ട് ബാക്കി വിശേഷം. ഞാൻ പോയി കോഫി കുടിക്കട്ടെ, വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ ബ്രൗൺ ഷുഗർ, എന്ത് പഞ്ചസാരന്നറിയില്ല, പക്ഷേ ബ്രൗൺ കളറിലായിരിക്കണേ. അത് മാത്രമേ എനിക്കറിയുള്ളൂ. കണ്ടോ ഇതിന്റെ കളറ്? കാണോ? നമ്മുടെ കാപ്പി ആയിട്ടുണ്ട്. കാപ്പി ആയിരിക്കുന്നു. പിന്നെ വേറൊരു സാധനം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, നൂഡിൽസ്. രാവിലെ ഫ്രിഡ്ജിൽ നൂഡിൽസ് കാണിച്ചില്ലായിരുന്നു, അത് വെച്ച് ഞാനിങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കി. കുറച്ച് എടുക്കട്ടെ. വൈകുന്നേരപ്പോഴേ രസമൊന്നും പണിയിപ്പം 3:30 പക്ഷെ ഇടയ്ക്ക് ഞാനൊരു കഞ്ഞിയൊക്കെ പൊടിച്ചതാണ്. പക്ഷേ പണിയെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വിശപ്പായി. കഴിക്കട്ടെ. ആരും ഇല്ലാത്തപ്പോ ഒറ്റക്കിരുന്ന് നൂഡിൽസ് കഴിക്കാൻ എന്താ രസം. ഞാൻ ഒരുങ്ങി ഇറങ്ങി ഇവിടെ അടുത്ത് വരെ പോരാ. വണ്ടിയുടെ ചാവി എടുക്കണം, പിന്നെ നമുക്ക് ID കാർഡ് എടുക്കണം. ഇതുണ്ടെങ്കിലേ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. സോ എടുത്തിട്ടുണ്ട്. അപ്പൊ പോവാം. അപ്പൊ എന്താ ഇങ്ങനെ വിട്ടാലോ? എക്സ്പോയുടെ വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.